വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ് ദി 1989s. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. ഈ സ്പെഷ്യൽ ഡിഷ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ് ആയിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യണം. അപ്പം ഈ ഒരു ഡിഷ് ചിക്കൻ വെച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഷിൻ്റെ പേര് ചിക്കൻ ടിക്ക മസാല എന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഞാനിതിനിട്ട പേര് ചിക്കൻ ടിക്ക മസാല എന്നാണ്. അപ്പം നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക കിട്ടാറുണ്ട്, മഷ്റൂം ടിക്ക കിട്ടാറുണ്ട്, പനീർ ടിക്ക കിട്ടാറുണ്ട്. പക്ഷെ അതൊക്കെ ഡ്രൈ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട് കഴിക്കാറുള്ള സാധനങ്ങളാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഗ്രേവി നമുക്ക് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി ടൈപ്പ് മസാല, ചിക്കൻ മസാലയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ടു നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഈ റെസിപ്പീസ് എല്ലാവരുടെ അടുത്തും എത്തുള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് 1 by 1 നമുക്കിതിലിട്ട് ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇത് ഫ്രൈ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കേർഡാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അധികം പുളി ഇല്ലാത്ത കേർഡാണ്. അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ. റെഡ് ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ. പെപ്പർ പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതോടൊപ്പം നമ്മൾ ഒരു 1/2 ലൈമും കൂടി ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് ഇത് മാരിനേറ്റ് ചെയ്ത് കിട്ടും. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ കൂട്ടി കൊടുക്കാം. ഇത് ഒരു 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്കിനി 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. അതായത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ബട്ടറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ലൂപാർക്കിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ചിക്കൻ പീസ് 1 by 1 ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഓവൻ ഉള്ളവരാണെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എനിക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ബട്ടറിൽ ചെറുതായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഉള്ളവരോട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി. സൈഡ് നമ്മൾ 5 മിനിറ്റ് വീതം നല്ലപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം.
മതി. ഇനി നമുക്ക് ഈ ചിക്കൻ നല്ല പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ എല്ലാ ചിക്കനും ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സാധാ വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ചൂടാവുമ്പോൾ ക്യുമിൻ സീഡ്സ് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അളവ് മാറ്റാം കേട്ടോ. പിന്നെ ഞാനിവിടെ മീഡിയം സൈസ് 2 ഉള്ളിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴലാൻ വേണ്ടിയിട്ട്. ഇത് വഴണ്ട് വരുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണും അതേപോലെ 2 ടൊമാറ്റോയുടെ പ്യൂരിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സവാള ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണ്ട പൊടികൾ: ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പൊടിയൊക്കെ ഇപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് പൊടിയുടെ. ഇനി നമുക്ക് ഇതിലോട്ട് 2 തക്കാളി പ്യൂരിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ തെളിയുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഈ തക്കാളിയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഈ തക്കാളിയിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വെന്ത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു മതി. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. ഈ മസാലയൊക്കെ ഒന്നുകൂടി ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. തീ നല്ലപോലെ കുറച്ച് വെക്കുക. ഞാനിവിടെ ഇപ്പോൾ അൽമറായുടെ കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ml ആണ്.
നമുക്ക് ഇതിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി ഒരു തരി ഇട്ട് കൊടുത്താൽ മതി. നുള്ളിടുക. സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി.